തുടർച്ചയായ നാലാം തവണയും വടകര കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ UDF. രാഷ്ട്രീയം, വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും നിറഞ്ഞാടിയ മണ്ഡലത്തിൽ UDF കണക്ക് കൂട്ടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. വടകരയിലെ കനത്ത തിരിച്ചടി പ്രത്യേകം പരിശോധിക്കാനാണ് LDF തീരുമാനം. UDF സമ്മർദ്ദത്തിന് വഴങ്ങി പാലക്കാട് നിന്നും വടകരയിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്തരമൊരു മിന്നും വിജയം. ആഞ്ഞുവീശിയ UDF തരംഗത്തിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകളും യുവാക്കളുടെ വോട്ടുകളും ഷാഫി വാരിക്കൂട്ടി. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തലശ്ശേരി മാത്രമാണ് ആദ്യാവസാനം KK ശൈലജയ്ക്കൊപ്പം നിന്നത്. കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കൊയിലാണ്ടി, കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങി നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് മുഴുവൻ റൗണ്ടിലും ആധിപത്യം ലഭിച്ചു. KK ശൈലജയുടെ ജനകീയതയും സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനവും മന്ത്രിയായിരിക്കെയുള്ള മികച്ച പ്രകടനവും വോട്ടാകുമെന്ന LDF പ്രതീക്ഷയാണ് തകർന്നത്. 1000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന കണക്കാണ് 1,14,506 വോട്ടിന്റെ പരാജയത്തോടെ തെറ്റിയത്. എന്നാൽ BJP വോട്ട് മറിച്ചെന്ന് LDF ആരോപിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് പിടിക്കാൻ പ്രഫുൽ കൃഷ്ണയിലൂടെ NDAയ്ക്കുമായി. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം നടന്ന 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് LDFന് വടകര മണ്ഡലം നഷ്ടമാകുന്നത്. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ CPMന് കളം പിടിക്കാൻ കഴിഞ്ഞതുമില്ല. ഇപ്പോഴും LDFന്റെ ബാലികേറാമലയായി വടകര തുടരുന്നു എന്ന് ചുരുക്കം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.